ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. കൃപയാൽ മിനിസ്ട്രിയുടെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമുക്ക് ചിന്താവിഷ്യമായിട്ട് ഒരു വാക്യം വായിക്കാം. യാക്കോബ് 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. യാക്കോബ് 4-ാം അധ്യായത്തിൻ്റെ 7. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോവും. ആമേൻ, സ്തോത്രം. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഹല്ലേലൂയ സ്തോത്രം, ഏതൊരു വിശ്വാസിയും ആഗ്രഹിക്കുന്ന ഒന്നാണ് പിശാചിനോട് എതിർത്ത് നിൽക്കണം. ആമേൻ, സ്തോത്രം. അവൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു, അല്ലേ? ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ചില നിമിഷങ്ങളിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാത്തത് വരെ പിശാച് ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാനും ദൈവത്തോട് നമ്മൾ അകലം വിട്ടു പോകാനായിട്ട് ഇടയായിത്തീരും, അല്ലേ? അപ്പോൾ ദൈവം നമ്മളിൽ നിന്ന് ഓരോരുത്തരിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒന്നാണ് ദൈവത്തിന് എന്ത് ചെയ്യണം, നമ്മൾ കീഴടങ്ങിയിരിക്കണം. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യർക്ക് ഒരു യജമാനൻ്റെ കീഴിലാണെങ്കിലും കീഴ്പ്പെട്ടിരിക്കാനായിട്ട് ആർക്കും ഇഷ്ടപ്പെടുകയില്ല. ആമേൻ, സ്തോത്രം, അല്ലേ? എന്നെ ഭരിക്കുന്നത് ആർക്കും ഇഷ്ടപ്പെടാത്ത ഒരു ജനസമൂഹത്തിൻ്റെ നടുവിലാണ് നമ്മൾ താമസിക്കുന്നത്. പക്ഷെ കർത്താവിൻ്റെ വചനം ഇന്ന് നമ്മളോട് സംസാരിക്കുകയാണ്, നമ്മൾ ക്രിസ്തുവിന് എന്ത് ചെയ്യണം? കീഴടങ്ങിയിരിക്കണം. ആമേൻ, സ്തോത്രം. കീഴടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിഞ്ഞല്ലേ, ദൈവത്തെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച നാം നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ജീവിക്കേണ്ടത്. ആമേൻ, സ്തോത്രം. നമ്മുടെ ചിന്തകളിലായിക്കൊള്ളട്ടെ, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും ഇടപഴകുമ്പോഴൊക്കെയും ദൈവം നമ്മളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അവൻ്റെ മക്കളാകുന്ന രീതി, ഹല്ലേലൂയ സ്തോത്രം, അവൻ്റെ മക്കൾ എങ്ങനെയാണോ പെരുമാറേണ്ടത് അങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യണം, ഈ മനുഷ്യരോട്, ഈ ലോകത്തോടും പെരുമാറേണ്ടത്. ആമേൻ, സ്തോത്രം. നമുക്ക് ദൈവത്തിൻ്റെ വചനം പറയാണ്, ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ. എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, ആരെല്ലാം ദൈവത്തിന് കീഴടങ്ങുന്നുവോ അവർക്ക് പിശാചിനോട് എതിർത്ത് നിൽപ്പാൻ കഴിയത്തുള്ളൂ. ആമേൻ, സ്തോത്രം. അല്ലാതെ നമ്മൾ എത്രമാത്രം പ്രാർത്ഥിച്ചാലും എടുത്താലും ഹല്ലേലൂയ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു നിർബന്ധം നമ്മുടെ ദേഹത്ത് കടല. ഒരു പാസ്റ്ററിൻ്റെ മക്കളായതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ഇന്ന വിശ്വാസികളായതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം, ചില നിർബന്ധങ്ങൾ മൂലം നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആത്മീകമായിട്ട് ഉണരാനോ ആത്മീകമായിട്ട് വളരാനോ നമുക്ക് കഴിയുകയില്ല. ആമേൻ, സ്തോത്രം. സാത്താൻ്റെ, അതായത് 2 കൊരിന്ത്യരിൽ പറയുന്നുണ്ട് 2:11 ഇപ്രകാരം പറയാണ്, നിങ്ങൾ സാത്താൻ്റെ പിശാചിൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. ആമേൻ, സ്തോത്രം. സാത്താൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് പ്രത്യേക കോഴ്സ് ഒന്നും അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഒരിതേ ഉള്ളൂ, ദൈവത്തിന് നമ്മൾ കീഴടങ്ങിയിരിക്കാൻ, നമ്മുടെ ലൈഫ് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പായിക്ക് ഇഷ്ടമില്ല, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ചെയ്യുവാനായിട്ട് ഇടപെടാൻ പാടില്ല. ആമേൻ, സ്തോത്രം, സ്തോത്രം. ദൈവത്തിന് നമുക്കറിയാം, നമ്മളൊക്കെ ചില ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ പഠിക്കാനായിട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനല്ല അവിടെ ഡ്രൈവിങ് ചെയ്യേണ്ടല്ല. ഏതൊരു മേഖലയിലായാലും ഒരാൾക്ക് കീഴ്പ്പെട്ടിരിക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയേണ്ട കാര്യങ്ങളും പറയുന്ന കാര്യങ്ങളും നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അല്ല, അവർ പറയുന്ന രീതിയിൽ നമുക്കത് ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രമേ അവസാനം നമുക്കൊരു നല്ല റിസൾട്ട് ലഭിക്കാനും നല്ല ഡ്രൈവേഴ്സ് ആകാനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ. അല്ല, നമ്മുടെ ഇഷ്ടപ്രകാരം ആദ്യം തൊട്ടേ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ജീവന് വരാതെ ആപത്താണ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ദൈവവചനത്തിന് നമ്മൾ എന്ത് ചെയ്യണം, കീഴ്പ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ അനുസരിക്കുന്ന മക്കളായി മാറുമ്പോൾ പിശാചിൻ്റെ തന്ത്രങ്ങളെ നമുക്ക് മനസ്സിലാകാനായിട്ട് കഴിയും. ആമേൻ, സ്തോത്രം. അവനോട് തൻ്റെ ദൈവവചനം കൊണ്ട് നമുക്ക് അതിനോട് എതിർത്ത് നിൽപ്പാൻ ദൈവം നമുക്ക് സഹായിക്കുക. ഇപ്പോൾ വചനം പറയുന്ന എന്താണ്, അവൻ്റെ ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിക്കണം. നമ്മുടെ അരയ്ക്ക് സത്യം കെട്ടി നീതി എന്ന കവചവും സമാധാനവും എല്ലാറ്റിനും മീതെ, ഇല്ല, ദുഷ്ടൻ്റെ തീയമ്പുകളെ കെടുക്കും, വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് രക്ഷ എന്ന ശിരസ്ത്രം, ദൈവവചനം എന്ന ആത്മാവ്, ഇതൊക്കെ ദൈവം എന്താണ് പടിപടിയാണ് നമുക്ക് ദൈവവചനം, രക്ഷ, അതുപോലെ തന്നെ നീതി, സത്യം, ഇതിലെല്ലാം നമ്മൾ ജീവിച്ചാൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് പിശാചിനോട് എതിർത്ത് നിൽപ്പാൻ കഴിയും. ആമേൻ, സ്തോത്രം, അല്ലേ? ദൈവവചനം എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? ഇവിടെ പറയാണ്, ഇവിടെ ഇതിൻ്റെ മുകളിലോട്ട് കയറി അതായത് എന്താണ് കീഴടങ്ങുക, എവിടെ കൊണ്ടാണ് നമ്മൾ ദൈവസന്നിധിയിൽ കീഴടങ്ങേണ്ടത്? ഇവിടെ കർത്താവിൻ്റെ വചനം പറയണം, ആകയാൽ ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനല്ല ദൈവത്തിൻ്റെ ശത്രുവായിത്തീരുന്നു. ആമേൻ, സ്തോത്രം, സ്തോത്രം. അതുപോലെ തന്നെ നമ്മിൽ വസിക്കുമാറാക്കി ആത്മാവ് അസൂയയ്ക്കായി കാംക്ഷിക്കുമോ? നമ്മുടെ ജഡത്തെ വേണം
അതിൻ്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിക്കപ്പെടേണ്ടതിന്. ആമേൻ. അത് നമ്മളെ കൊണ്ട് കഴിയുകയില്ല. ദൈവസന്നിധി നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും ക്രിസ്തുവിൻ്റെ സന്നിധി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക. ഇവിടെ പറയണ ലോകക്കാരെ വെറുക്കാനല്ല ദൈവം, അല്ല, അവരെ നമ്മൾ സ്നേഹിക്കണം. സമയം കിട്ടുമ്പോൾ സുവിശേഷം അറിയിക്കുന്ന അവരുടെ പ്രാണന് വേണ്ടി നമ്മൾ കടംപെട്ട അവരുടെ ദൈവം വരുമ്പോൾ നമ്മളോടും ചോദിക്കുക. അല്ല, നമ്മുടെ ഫാമിലീസിൽ ആര് ദൈവവചനം കേൾക്കുക, അവർ കേട്ടിട്ടുണ്ട്, അതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പം ഇവിടെ ദൈവം പറഞ്ഞ ലോകക്കാരെ വെറുക്കാനല്ല, ലോകത്തെ വെറുക്കണം. ഹല്ലേലൂയ. സ്തോത്രം. നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റുന്നത് എന്താണോ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? വെറുക്കുന്നവരാണ്. അത് ചിലപ്പോൾ ചിന്തകളായിരിക്കാം, ചിലപ്പോൾ പാപമോഹങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ദൈവത്തോട് അടുക്കേണ്ട സമയങ്ങൾ നമ്മൾ മൊബൈലിൻ്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ TV-യുടെ ഫ്രണ്ടിലോ കുറേ നേരം ഇരുന്ന് ചിലവഴിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്ന, നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്ന കൂട്ടുകാരുണ്ടല്ലോ. അപ്പം ഇന്നത്തെ കാലഘട്ടത്താണെങ്കിൽ കുട്ടികളുടെയൊക്കെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്, ഇപ്പം നമ്മൾ പറയണ്ട, ഫ്രണ്ട് പറഞ്ഞാൽ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്തല്ല, അവൻ പറഞ്ഞാൽ നമ്മൾ എന്തും കേൾക്കും. അങ്ങനത്തെ ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ നല്ലതാണ്. പക്ഷേ നിന്നെ ദൈവത്തോട് അകറ്റുന്ന ഏതെങ്കിലും കൂട്ടുകെട്ടുകൾ ഉണ്ടെങ്കിൽ ഇതൊന്നും ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളല്ല. അത് വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ അതിപ്പോൾ ഏതെങ്കിലും ഒരു സ്വഭാവങ്ങളായിരിക്കും. അതിനോടെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ബൈ പറയണം. അതാണ് ദൈവത്തിൻ്റെ വചനം. അതല്ല കൂട്ടുകാർ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ നമ്മളോട് അടുത്ത് വരുമ്പോൾ നമ്മൾ പറയാൻ ബാധ്യസ്ഥ. ഇതെൻ്റെ പ്രാർത്ഥനാ ടൈമാണ്, ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കും. ആമേൻ. സ്തോത്രം. അല്ല, ജാതികൾ നടക്കണ പോലെ തന്നെ ക്രിസ്തീയ കുഞ്ഞുങ്ങൾക്ക് നടക്കാൻ കഴിയുകയില്ല. ആമേൻ. നമ്മൾ അവരിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവരാണ്. അവിടെയെല്ലാം ദൈവം നമ്മളെ എന്ത് ചെയ്യും? നോക്കുക. ഹല്ലേലൂയ. അതാണ് കീഴ്പ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞത് എന്താണോ അത് അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവവചനം റോമർ 12 പറയുന്നുണ്ട്, ഈ ലോകത്തിന് അനുരൂപരാകരുത്. അപ്പോൾ ഈ ലോകത്തെ നമ്മൾ വെറുക്കണം. ആമേൻ. സ്തോത്രം. അതിൽ താമസിക്കുന്ന വ്യക്തികളെ അല്ല, അവരിലൂടെ പ്രവർത്തിക്കുന്ന നമ്മുടെ സമയത്തെ നമ്മൾ നഷ്ടപ്പെടുത്തുന്ന, അല്ല, ദൈവത്തോട് അടുത്തിരിപ്പ്, അവനോട് കീഴ്പ്പെട്ടിരിക്കാൻ കഴിയാതെ വണ്ണം ദുഷ്ടനായവൻ ഒരുക്കുന്ന എല്ലാത്തിനോടും നമ്മൾ എന്ത് ചെയ്യണം? സലാം പറഞ്ഞു. നമുക്കത് പറ്റില്ല. ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിന് അവിടെ ഇരിപ്പാനോ ദുഷ്ടന്മാരുടെ ഇരിപ്പിടത്തിൽ ഇരിപ്പാനോ നമുക്ക് പറ്റില്ല. ഹല്ലേലൂയ. സ്തോത്രം. അല്ല, റോമർ 6:12 ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങൾ, പാപത്തിന് എപ്പോഴും ഒരു മോഹമുണ്ട്. നമ്മുടെ ജഡം അതിനെ എപ്പോഴും എന്ത് ചെയ്യണം? വേണം എന്ന് ജഡം എപ്പോഴും നിങ്ങളോട് വാദിക്കുമായിരിക്കും. ആ ജഡത്തെ ക്രൂശിക്കാൻ ക്രിസ്തുവിൻ്റെ വചനം കൊണ്ടേ നമുക്ക് കഴിയത്തുള്ളൂ. ദൈവത്തിൻ്റെ ആത്മബലം കൊണ്ടേ നമുക്ക് കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളെ കൊണ്ട് ആദ്യം ഇമ്പോസിബിൾ ആയിട്ട് തോന്നുമായിരിക്കാം, പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന നമ്മുടെ ഓരോ അവയവങ്ങളെയും നീതിയുടെ ആയുധങ്ങളായിട്ട് ഉപയോഗിക്കാനാണ് ദൈവം നമ്മളെ ഇന്ന് ആഗ്രഹിക്കുന്നത്. അവൻ്റെ സുവിശേഷത്തിന് വേണ്ടി, മറ്റുള്ളവരെ മാനസാന്തരപ്പെടേണ്ടതിന് വേണ്ടി നമ്മുടെ അവയവങ്ങളെ ദൈവത്തിന് നമുക്ക് വിട്ടുകൊടുക്കുക. അതായത് നമ്മൾ നമ്മുടെ ഹൃദയത്തെ വെച്ചും അതുപോലെ നമ്മുടെ വായിനെ വെച്ചും നമ്മുടെ ഓരോ അവയവങ്ങളും ദൈവത്തോടൊരു നിയമം ചെയ്യണം. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ ഇന്ന പോലെ ഇനി പാപം ചെയ്യുകയില്ല. ആമേൻ. സ്തോത്രം. പാപം ചെയ്യുന്ന മനുഷ്യൻ മരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. എങ്കിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നിത്യജീവൻ ലഭിക്കണമെങ്കിൽ നമ്മുടെ ജഡശരീരത്തിലെ എല്ലാ അഴുക്കുകളെയും കഴുകാൻ ദൈവത്തിൻ്റെ ചോര നമുക്ക് മതിയായതാണ്. ആമേൻ. സ്തോത്രം. ദൈവം നമുക്ക് വേണ്ടി ചൊരിഞ്ഞ ഓരോ തുള്ളി രക്തം, ആമേൻ, അത് നമ്മുടെ പാപങ്ങളെ പോക്കുവാൻ തക്കവണ്ണം അത് വിശ്വസ്തമായതാണ്. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മുടെ ജഡത്തെ ക്രിസ്തുവിനോട് കീഴ്പ്പെട്ടിരിക്കും. നമുക്കറിയാം, ചില വലിയ പക്ഷികളൊക്കെ അല്ലെങ്കിലും പരുന്തൊക്കെ അതുങ്ങളുടെ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യുന്നത്? പറക്കാൻ പഠിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ആദ്യം അതുങ്ങളെ കൊണ്ട് ഇങ്ങനെ കുറച്ച് നടക്കും. ഹല്ലേലൂയ. സ്തോത്രം. പിന്നെ പതുക്കെ ആ അമ്മ എന്ത് ചെയ്യും? ആ കുഞ്ഞിനെ, ആ പക്ഷീനെ എന്ത് ചെയ്യും? കുറച്ചങ്ങോട്ട് ലൂസായിട്ട് വിടാനായിട്ട് തുടങ്ങും, അല്ലേ? പറക്കാൻ പഠിപ്പിക്കുന്നതാണ്. അപ്പം ഈ ചെറുത് അല്ലെങ്കിൽ ഈ കുഞ്ഞു പക്ഷി എന്തോർത്ത് കാണും? പരുന്തൊക്കെ എന്തോർത്ത് കാണും? അമ്മ എന്നെ ഉപേക്ഷിച്ച്, അല്ല, അമ്മ എന്നെ വിട്ടു. പക്ഷേ ഈ കുഞ്ഞിന് എന്തെങ്കിലും വരുന്ന കാണുമ്പോൾ തന്നെ ആ എന്ത് ചെയ്യുന്നു? ആ അമ്മയായ പരുന്ത് ഓടി വന്ന് അതിനെ പിടിക്കുക. അല്ല, സ്തോത്രം. താഴെ വീഴാതെ വണ്ണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കരത്തിൽ നിന്നെ കൊടുത്തു കഴിഞ്ഞാൽ, ഹല്ലേലൂയ. സ്തോത്രം, അവൻ നമ്മളെ പരീക്ഷിക്കുകയാണ്. നമ്മൾ ഒറ്റയ്ക്ക് ജീവിപ്പം. ഹല്ലേലൂയ. സ്തോത്രം. പാപത്തോട്
ദൈവത്തോട് പോരാടി ജീവിപ്പാൻ ഹല്ലേലൂയ സ്തോത്രം നമ്മളെ തന്നെ ദൈവം അവിടെ ബലപ്പെടുത്തുവാണ്. അതിനെ പറക്കാൻ പഠിപ്പിക്കുന്ന പോലെ തന്നെയാണ് ദൈവം നമ്മളെ കുറച്ച് സമയത്തേക്ക് കുറച്ച് അയവിട്ട് അല്ലെങ്കിൽ എന്താണ് നമ്മളെ കുറച്ചങ്ങോട്ട് വിട്ട പോലെ നമുക്ക് തോന്നും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ദൈവം നമ്മൾ ഉപേക്ഷിച്ച പോലെ തോന്നും. അങ്ങനെയല്ല, ആ ഒരു അവസ്ഥയിൽ നീ എങ്ങനെ ആയിരിക്കുന്നു എന്നാണ് ദൈവം നമ്മളെ ഇപ്പം നോക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം കുശവൻ്റെ പാത്രത്തിലല്ലേ കളിമണ്ണ് പോലെ നമ്മളെ തന്നെ അതിനെ ഏൽപ്പിച്ചു കൊടുത്ത അനേകർക്ക് കൊള്ളാവുന്ന പാത്രങ്ങളായിട്ട് ദൈവം നമ്മളെ മാനിക്കുവാനായിട്ട് ഇടയായിത്തീരും. അപ്പം പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ഹല്ലേലൂയ സ്തോത്രം അത് ചിന്തകളാലായിട്ടും പലവിധമായ ഭാരങ്ങളിട്ട് നമ്മളെ കൊണ്ടുവരുമ്പോൾ അതിനോട് എതിർത്ത് പറയണമെങ്കിൽ ദൈവവചനങ്ങൾ നമ്മൾ പഠിക്കണം, ദൈവത്തോട് കീഴടങ്ങിയിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം നമ്മൾ എങ്ങനെയാണോ ദൈവത്തിന് കീഴടങ്ങിയിരിക്കുക, അവൻ പറയുന്ന അനുസരിച്ചിരുന്നാൽ മാത്രമേ ദൈവം പറയുന്ന പോലെ പിശാചിനോട് എതിർത്ത് നിൽപ്പാൻ നമുക്ക് കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഈ കേട്ടപ്പെട്ട വചനപ്രകാരം അല്ല ഇവിടെ പറയുന്ന ലോകത്തെ നമ്മൾ എന്ത് ചെയ്യണം, വെറുക്കണം. ലോകമോഹങ്ങൾക്ക് അധീനരായി ഓടിയിട്ട് നമുക്കറിയാം ഒരാഴ്ചയിൽ എല്ലാ ദിവസവും നമ്മൾ ലോകത്തിൽ ഇറങ്ങിയിട്ട് ഞായറാഴ്ച വന്നിരുന്നൊന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം വിളി കേൾക്കും. അല്ലെങ്കിൽ അതൊക്കെ എന്താണ്, മാനുഷ്യമായ മനുഷ്യരുണ്ടാക്കി വെച്ച കൽപ്പനകളാണ്. അതൊന്നുമല്ല, ദിവസവും ദൈവത്തോട് അടുക്കുന്ന കുഞ്ഞുങ്ങളായി തീരണം. അമേ സ്തോത്രം. അല്ലെ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, നിങ്ങൾക്ക് നമ്മൾ ലോകകരമായ കുറേ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ പ്രാർത്ഥിക്കാൻ പോലും സമയം കിട്ടാതെ വണ്ണം നമ്മൾ ബിസിയായി മാറുമ്പോൾ ദൈവത്തിന് എത്രമാത്രം അത് വിഷമമായി തീരും. ഹല്ലേലൂയ. അതൊന്നും ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ നമുക്ക് കഴിയുകയില്ലെങ്കിൽ ഇവിടെ ദൈവവചനം പറയണം, ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. അവൻ റെഡിയാണ് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ. നീ എന്തായിരിക്കുന്നു അങ്ങനെ തന്നെ നിന്നെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ലോകത്ത് ഒരു മനുഷ്യനും റെഡിയല്ല. എങ്കിൽ നസ്രാനായ യേശു റെഡിയാണ്. ഹല്ലേലൂയ സ്തോത്രം. അവൻ്റെ അരികിലേക്ക് നീ വരിക. നീ എങ്ങനെ ആയിരിക്കുന്നു, രോഗിയായിരിക്കുക അല്ലെങ്കിൽ ഭാരമുള്ള ഒരു വ്യക്തിയായിരിക്കുക, എന്ത് തന്നെ ആയാലും ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, അവൻ നിങ്ങളോടും അടുത്ത് വരും. സ്തോത്രം സ്തോത്രം. എന്ത് നിർബന്ധം, ദൈവമേ വേണമെങ്കിൽ നീ എന്നെ സ്നേഹിച്ചോ, അതൊക്കെ ഓക്കെയാണ്. അങ്ങനെയൊക്കെ ദൈവം നമ്മളെ സ്നേഹിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും ഇന്നിവിടെ ആയിരിക്കുന്നത്. ഇനി മുന്നോട്ടേക്കും എന്താണ്, ഒരിക്കൽ പോലും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചിന്തിക്കാനോ നിരൂപിക്കാനോ അല്ലെങ്കിൽ എന്താണ് പ്രവർത്തിപ്പാനോ നമ്മൾ ഒരുങ്ങല്ല. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ മാനസാന്തരപ്പെട്ട വ്യക്തിയായിരിക്കാം, അല്ലാത്തൊരു വ്യക്തിയായിരിക്കാം, എങ്കിലും കർത്താവിനോട് അടുത്ത് ചെല്ലുന്ന കുഞ്ഞുങ്ങളായി തീരുക. സ്തോത്രം. നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളെല്ലാം ദൈവം നമുക്ക് നടത്തി തരും. പക്ഷെ പിശാചിനോട് എതിർത്ത് നിന്ന് പോരാടി അല്ല, ദൈവത്തിൻ്റെ വചനം പറയും നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, ഈ കാണുന്ന മനുഷ്യരോടല്ല നമുക്ക് പോരാട്ടമുള്ള, അവരിലൂടെ വസിക്കുന്ന ചില പൈശാചിക ബന്ധനങ്ങളുണ്ട്. അതിനെ തിരിച്ചറിയണമെങ്കിൽ ഇപ്പം പല രൂപത്തിലും പല സൂത്രത്തിലും നമ്മുടെ അടുത്തേക്ക് പിശാചികൾ തന്ത്രമിട്ട് വരുമ്പോൾ അത് തിരിച്ചറിയണമെങ്കിൽ ഞാനും ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കണം. നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ അവയവങ്ങൾ ദൈവത്തിൻ്റെ ആയുധങ്ങളാക്കി നമുക്ക് ഉപയോഗിക്കാം. ഹല്ലേലൂയ സ്തോത്രം. അപ്പം ഈ നാളുകളിൽ നമ്മുടെ ഓരോ അവയവങ്ങളിൽ ക്രിസ്തുവിനോട് വെച്ച് നമുക്കൊരു നിയമം ചെയ്യുന്ന കുഞ്ഞുങ്ങളായി തീരാം. അപ്പം ഈ വചനപ്രകാരം ദൈവം നമ്മളെ കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കുന്ന ഏതാണ്, നിങ്ങൾ പ്രസംഗം കേൾക്കുന്ന ദൈവവചനം ഒരു ദിവസം എത്ര പ്രസംഗങ്ങൾ കേൾക്കുക അല്ലെങ്കിൽ വചനങ്ങൾ വായിക്കുക, ധ്യാനിക്കുക, ദൈവം നമ്മളോട് സംസാരിപ്പാനായിട്ട് ഇടയായി തീരും. ദൈവത്തോട് കൂടുതൽ അടുക്കുന്ന കുഞ്ഞുങ്ങളായി തീരുവാനായിട്ട് കർത്താവ് നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാട്ടെ. ഈ കേട്ടപ്പെട്ട വചനപ്രകാരം അല്പസമയം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. നസ്രാനായ യേശുവപ്പ, ഇന്ന് കേട്ടപ്പെട്ട വചനപ്രകാരം നീ ഞങ്ങളെ ആഗ്രഹിക്കുന്ന ക്രിസ്തുവിന് കീഴടങ്ങി ഇരുപ്പാനാണല്ലോ അപ്പ. ദൈവമേ സ്തോത്രം. കർത്താവേ യേശുപ്പച്ച, ഞങ്ങൾക്ക് ഈ ലോകത്തിന് ഒന്നും ചെയ്യുവാനില്ലപ്പ. കർത്താവെ ഞങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന അപ്പച്ച, ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ജീവിപ്പ. ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങേക്ക് കീഴടങ്ങിയിരിക്കുമ്പോൾ അങ്ങ് പറയുന്ന അനുസരിച്ച് ജീവിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണം. ഞങ്ങൾക്ക് ഈ ലോകത്ത് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയില്ലപ്പ. ഞങ്ങൾക്ക് അങ്ങയുടെ സഹായം ആവശ്യമാണപ്പ. ഈ വചനപ്രകാരം പിശാചിനോട് എതിർത്ത് നിൽക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ദൈവത്തിൻ്റെ സർവായുധ വർഗ്ഗങ്ങളെ ധരിച്ച് റെഡിയായിട്ടിരിപ്പാൻ ഞങ്ങളെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്വഭാവങ്ങളെ കർത്താവെ, നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ സ്വഭാവങ്ങളെയും ദൈവവചനപ്രകാരം കർത്താവെ അതിനെ അടക്കുക ഉള്ള കൃപ തന്ന് അനുഗ്രഹിക്കണേ. ലോകത്തിലെ മോഹങ്ങളിലേക്ക് കർത്താവെ പോകാതെ പണം ഇന്നത്തെ തലമുറകളെല്ലാം രക്ഷിക്കപ്പെടണം. ക്രിസ്തുവിനോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്ന പൈതങ്ങളാൽ ദൈവസന്ധി കുറേ സമയം കർത്താവേ നിനക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ദൈവമേ നീ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ച, ഇന്ന് കേട്ടപ്പെട്ട വചനപ്രകാരം ഞങ്ങളെ അവിടുന്ന് ശുദ്ധീകരിക്കണേ അപ്പ. പ്രാർത്ഥന യാചനയും കേട്ട പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ഇന്നത്തെ വചനത്തിനാ നമുക്ക്
നമുക്ക് സ്തോത്രം ചെയ്യാം. വീണ്ടും ഒരു പുത്തൻ എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.